PSC റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് റാങ്ക് ലിസ്റ്റുകൾ നിയമനം വൈകുന്നു ആരോപിച്ച് PSC ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന മാർച്ചിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മേഘ്ന മുലു ചെയ്യുന്നു. മേഘ്ന, നിലവിൽ എന്താണ് അവിടെ തൽസ്ഥിതി? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? പ്രവർത്തകർ വഴങ്ങാൻ തയ്യാറാകുന്നുണ്ടോ? സുഹൈൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. PSC ആസ്ഥാനത്തേക്കാണ് ഇവർ പ്രതിഷേധം നടത്തുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള PSC റാങ്ക് ലിസ്റ്റ്, അതിൽ നിയമനത്തിൽ മെല്ലെപ്പോക്കുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള ഉദ്യോഗാർത്ഥികളുടെ പരാതിയും. അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഏറ്റെടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ പ്രതീകാത്മകമായ ഒരു തൂക്കുകയറടക്കം കെട്ടിയുള്ളൊരു പ്രതിഷേധമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസും തമ്മിലുള്ള ഒരു ഉന്തും തള്ളും സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ ഈ PSC ആസ്ഥാനത്തിന് മുന്നിൽ കാണുന്നത്. പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് സാഹചര്യം പോകുന്നു. അതിൽ നേരത്തെ തന്നെ പോലീസ് ഇവിടെ ബാരിക്കേഡ് വെച്ച് ഈ ഒരു ഉള്ളിലേക്ക് കടക്കാതിരിക്കാനായി ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനുശേഷം പ്രവർത്തകർ ഇതിന് മുകളിൽ കയറി തൂക്കുകയറടക്കം കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ജില്ലാ അധ്യക്ഷനടക്കമുള്ള പ്രവർത്തകർ ഇപ്പോൾ പോലീസുമായി ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. പോലീസ് ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് പ്രവർത്തകർ വഴങ്ങുന്നില്ല എന്നുള്ളതാണ്. അവർ ഇതിനകത്തേക്ക് കയറും, ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കും, കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ സംസ്ഥാനത്തുടനീളം കണ്ട ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു മെല്ലപ്പോക്കുണ്ട് എന്നുള്ളൊരു ആരോപണം. അത് ഉദ്യോഗാർത്ഥികൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് 1ാം റാങ്ക് ലഭിച്ചിട്ട് പോലും ഈ റാങ്ക് പട്ടികയിൽ ഇടം നേടിയില്ല, പിന്നീട് ജോലി ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ പരാതി എന്ന് പറയുന്നത്. അതിപ്പോൾ യൂത്ത് കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് കളിക്കുന്നു. അതുപോലെ ഈ 3 വർഷം കഴിഞ്ഞ് ഈ നിയമന പട്ടികയുടെ കാലാവധി കഴിഞ്ഞിട്ട് പോലും അവർക്ക് നിയമനം നൽകാൻ, 1ാം റാങ്കുകാർക്ക് പോലും നിയമനം നൽകാൻ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞില്ല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും ഈ പോലീസുമായിട്ടുള്ള ഒരു തർക്കത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. ഇപ്പോൾ 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. പ്രവർത്തകർ ഇവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ 15 മിനിറ്റിലധികം നേരമായി പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു. അവർ ഈ ഒരു തൂക്കുകയറും റീത്തും അടക്കം ഈ ആസ്ഥാനത്തിന് മുന്നിൽ വെച്ചാണ് പ്രതിഷേധിക്കുകയും ചെയ്യുന്നത്. ജില്ലാ അധ്യക്ഷനടക്കമാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അതിൽ പോലീസ് ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ പ്രവർത്തകർ അതിന് വഴങ്ങുന്നില്ല. അവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികൾക്ക്, അതായത് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിയമനം നൽകണമെന്നുള്ളതാണ്. അവരുടെ ഭാവി തുലാസിലാക്കരുത്. അതുപോലെ തന്നെ ഇനി PSCയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കടക്കം വലിയ ആശങ്കയുണ്ട്, അത് പരിഹരിക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നു. 3ാം തവണയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ PSC നിയമനവും ഉയർത്തുകയാണ് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ PSC ആസ്ഥാനത്തേക്ക് നടത്തിയ പ്രതിഷേധമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തിക നിയമനവുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തുന്നില്ലെന്ന് ആരോപിച്ചാണ് ഇന്നത്തെ പ്രതിഷേധം. മേഘ്ന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.